The Bible says junior prophet Elisha followed his master as a shadow. ஒரு நிழல் போலே தன்னுடைய எஜமானனை எலிஷா பின்தொடர்ந்து கில்கால், பெத்தேல், ജോർദാൻ, ജെറിക്കോ. ഗിൽഗാൽ വന്നപ്പോൾ എലിശാവോട് പറയും, മകന് നീ ഇവിടെ താമസിച്ചു കൊള്ളുക. You need not follow. ബെത്തേലിൽ വന്നപ്പോൾ പറയും, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, നീ എന്നെ പിന്തുടരുത്. ജെറിക്കോയിലും ജോർദാനിൽ വന്നപ്പോൾ വീണ്ടും എലിശയോട് ആവർത്തിക്കുന്നു. 4 സന്ദർഭങ്ങളിലും എലിശ മറുപടി നൽകും, യജമാനനെ അങ്ങയുടെ ജീവനാണ്, യഹോവ ദൈവത്തിന്റെ ജീവനാണ്, ഞാൻ അങ്ങയെ വിടുകയില്ല. ആമേൻ. പറ്റി നിൽക്കുന്നവർക്ക് വിടുതൽ, പറ്റി നിൽക്കുന്നവർ. As my God in heaven liveth, as my master Elijah you liveth. അങ്ങയുടെ ജീവനാണ്, യഹോവ ദൈവത്തിന്റെ ജീവനാണ്, ഞാൻ അങ്ങയെ വിടുകയില്ല. പറ്റിപ്പിടിച്ചവന് വിടുതൽ നൽകുന്ന നല്ല ദൈവം. പറ്റിപ്പിടിച്ച് ജീവിക്കണം. പറ്റിപ്പിടിച്ച് ജീവിച്ചാൽ അതിർത്തികളെ പൊളിച്ചെഴുതും ദൈവം. He will enlarge your boundary. He will enlarge your boundary. നിന്റെ അതിർത്തികളെ വിശാലമാക്കുന്ന ദൈവം. അടുത്ത വചനം നമ്മോട് സംസാരിക്കുന്നു, നീ എന്നെ അറിഞ്ഞാൽ ഞാൻ എന്നെ ഉയർത്തും. ആമേൻ, ആമേൻ. നീ എന്നെ അറിഞ്ഞാൽ ഞാൻ എന്നെ ഉയർത്തും. പഴയ ഗതി അല്ലവേ അല്ല, ഒരു പുതിയ ചാപ്റ്റർ, പുതിയ അതിര് ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് ഒരുക്കി തരും. ആമേൻ, ആമേൻ. അറിഞ്ഞ എലിശയെ ദൈവം ഉയർത്തി. എലിശ പറയുന്നത്, എനിക്ക് രാജാവിനെ അറിയാമെന്നല്ല, രാജാവിന് എന്നെ അറിയാം. ആമേൻ. അതിരുകൾ വിശാലമാക്കുന്ന ദൈവം. രണ്ടാമത് വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 28, ഉൽപ്പത്തി പുസ്തകം 32-ാം വചനത്തിൽ, 32-ാം അധ്യായത്തിൽ ഒരേ ഭക്തന്റെ ജീവചരിത്രം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പനും അമ്മയും ഉടമ്പിറപ്പും കൈയൊഴിഞ്ഞ്, എംപ്റ്റി ഹാൻഡ്, ഒഴിഞ്ഞ കൈയുമായി ഒരു പരദേശിയെ പോലെ, ഒരു അനാഥനെ പോലെ, ഒരു പിശക്കാരനെ പോലെ, ഒരു ഉടുപ്പ് മാറിയിടുവാൻ ഒരു ഉടുപ്പില്ലാതെ, അടുത്ത നേരം ഒരു ആഹാരമില്ലാതെ ഒഴിഞ്ഞ കൈയുമായി യാക്കോബ് തന്റെ ജീവചരിത്രം എഴുതുന്നു. ഉൽപ്പത്തി 32:10, I crossed this Jordan with a single rod, nothing other possession. ഈ ജോർദാൻ കടന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏക സ്വത്ത് ഒരു വടി മാത്രം, ഒരു വടി മാത്രം. മടങ്ങി വന്നപ്പോൾ അവനോടൊപ്പം ഭാര്യമാർ, ദാസിമാർ, ആടുമാട് സമ്പത്ത്, 3 പെരുങ്കൂട്ടം അവൻ സ്വന്തമാക്കി മടങ്ങി വരുന്നു. അവനെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. He had plenty with him. He had plenty with him. Toward inward journey, the Bible says Jacob was empty-handed. വെറും ഒഴിഞ്ഞ കൈയുമായി പോയവൻ മടങ്ങി വരുന്നു. ഉൽപ്പത്തി 33:11
യാക്കോബ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സാക്ഷി പറയുന്നു, എനിക്ക് വേണ്ടുവോളം ഇന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വേണ്ടുവോളമുണ്ട്. അന്ന് എൻ്റെ കൈ ഒഴിഞ്ഞ കൈ, വേണ്ടുവോളമുണ്ട്. അവൻ്റെ അതിർത്തി വിശാലമായി, അവൻ്റെ ദൈവം വിശാലമാക്കി കൊടുത്ത്. The Bible says God extended his boundary, enlarged his boundary. ആർക്ക് അതിർത്തി വിശാലമാകും? എങ്ങനെ യാക്കോബിന്റെ അതിർത്തി വിശാലമായി? നമ്പർ 1, ദൈവസന്നിധിയിലുള്ള ആഴമായ ബന്ധം. അന്ന് ഒഴിഞ്ഞ കൈയുമായി ഉള്ളപ്പോൾ ഉൽപ്പത്തി 28 വചനം നമ്മ പഠിപ്പിക്കുന്നു, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ആമേൻ, ആമേൻ. ഉഷസ്സിൽ ഉണർന്ന് പ്രാർത്ഥിക്കും, ഉഷസ്സിൽ ഉണർന്ന് പ്രാർത്ഥിക്കും. എല്ലാം കിട്ടിയപ്പോൾ ഉഷസ്സോളം അവൻ പ്രാർത്ഥിച്ചു. ആമേൻ. He increased his prayer. He increased his prayer. ഒന്നുമില്ലാതിരുന്നപ്പോൾ ഉഷസ്സിൽ പ്രാർത്ഥിച്ചവൻ എല്ലാം കൈകൂടിയപ്പോൾ ആരാണ് ദൈവം എന്ന് ചോദിച്ചില്ല. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവൻ ഉഷസ്സോളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നിന്നെയും എന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് 10 ഹല്ലേലൂയ പറയുവാനല്ല. നോ, നോ. നാം അവൻ്റെ കിങ്ഡം, രാജ്യത്വത്തിന്, വചനത്തിന്, തൻ്റെ വേലയ്ക്ക് പ്രയോജനമുള്ള ആളുകളായി മാറണം. ആമേൻ, ആമേൻ. മൂന്നാമത്, മാനസാന്തര വിത്ത് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്വന്തം അപ്പൻ യാക്കോബേ നിന്റെ പേരെന്താണ്? കണ്ണു മങ്ങിയ അവസ്ഥയിൽ മുമ്പിൽ നിൽക്കുന്നത് യാക്കോബാണോ സഹോദരൻ ഈസാബാണോ എന്ന് അറിയാതെ നിന്റെ പേരുണ്ട്. ഉൽപ്പത്തി 27:19 യാക്കോബ് പേര് പറഞ്ഞത് മറ്റവന്റെ പേരാണ്, ജ്യേഷ്ഠന്റെ പേരാണ്. 20 ആണ്ടുകാലം തൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ദൈവം അത് വിട്ടില്ല. ഇവൻ മടങ്ങി വരുമ്പോൾ ഒരു ശോധന, ഇവൻ ആള് മാറിയിട്ടുണ്ടോ? ഇവനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവൻ മാറണം. ആമേൻ. അതിര് വിശാലമാകണമെങ്കിൽ, അനുഗ്രഹം നിന്റെ തോളിൽ ഇറങ്ങണമെങ്കിൽ നിന്റെ സ്വഭാവം മാറണം. സ്വോത്രം വരുന്നില്ല. നിന്നിൽ മാനസാന്തര വിത്ത് നിന്റെ ഉള്ളിൽ ഇറങ്ങണം. അന്ന് ഉപായിയായ യാക്കോബ് അല്പ അനുഗ്രഹത്തിന് വേണ്ടി തന്റെ പേര് പറയാതെ ജ്യേഷ്ഠന്റെ പേര് പറഞ്ഞ യഥനാണ് ഇവൻ. ദൈവത്തിന് അറിയണം ഈ യഥൻ ഇന്ന് ഭക്തനായിട്ടുണ്ടോ. ഉൽപ്പത്തി പുസ്തകം 32:27 ദൈവം ഇപ്പോൾ ഇവനോട് പേര് ചോദിക്കുന്നു. നീ ആർ? വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? ഇപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ആളിന്റെ സ്വഭാവം മാറി ദൈവസന്നിധി നിൽക്കുന്ന യാക്കോബ് ശരിക്കും അവന്റെ പേര് പറയുന്നു. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. മാനസാന്തരപ്പെട്ടവന്റെ അതിരുകളെ വിശാലമാക്കി ഉയർത്തുന്ന ദൈവം ഇവിടെ ഉണ്ട്. ആമേൻ. എത്തൻ ഭക്തനായി അവനോട് പറഞ്ഞ്, മകനെ, ഇന്നു മുതൽ ഉപായെന്ന് അർത്ഥമുള്ള, എത്തനെന്ന് അർത്ഥമുള്ള, ചതിയനെന്ന് അർത്ഥമുള്ള യാക്കോബിന്റെ പേര് ഞാൻ എടുത്തു മാറ്റുന്നു. ഇന്നു മുതൽ നീ ഇസ്രായേൽ. എത്തൻ ഭക്തനായി മാറി. എത്തൻ ദൈവത്തിന്റെ രാജകുമാരനായി മാറി. അവന്റെ അതിരുകൾ ദൈവം വിശാലമാക്കി കൊടുത്ത്
അവനാണ് ഈ ഭൂമിയിൽ നമ്പർ 1 ബലവാനായി ഇന്നും നിൽക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. യാക്കോബിന്റെ അതിര് വിശാലമാക്കിയവൻ, എലീശയുടെ അതിര് വിശാലമാക്കിയവൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കാത്ത കഷ്ടതയാണോ, ഞെരുക്കമാണോ, പ്രതികൂലമാണോ? വേദപുസ്തകം സ്വന്തം അപ്പന് പോലും ഇവനൊരു ആട്ടിടയൻ എന്നുള്ള പേര് മാറ്റി ഇവനൊരു പ്രിൻസ്, രാജകുമാരൻ എന്ന് കാണാൻ പ്രസവിച്ച അപ്പന് പോലും മനസ്സിലായിരുന്നു. അത്ര അല്പനാക്കപ്പെട്ട ദാവീദ്. ആമേൻ. അവന്റെ അതിരിനെ ദൈവം മാറ്റിയില്ലേ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? നിന്നെയും എന്നെയും വെറുതെ വിടുമോ? ആമേൻ, ആമേൻ, ആമേൻ. അവൻ വെറും ഒരു ആട്ടിടയൻ. അപ്പന്റെ മുമ്പിൽ ദാവീദ് ഒരു ആട്ടിടയൻ. രാജാവാകുവാൻ യോഗ്യനെന്ന് അപ്പൻ പോലും സമ്മതിച്ചില്ല. അണ്ണനോ ഏലിയാബ് 8 പേരിൽ മൂത്തവൻ ഇവൻ പോർക്കളത്തിൽ നിൽക്കുന്നത് കണ്ട് ഇവനോട് കോപിച്ച് 1 സാമുവേൽ 17:8 അവിടെ ജ്യേഷ്ഠൻ അവനെ നോക്കി പറയുന്ന ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ എന്തിന് പോർക്കളത്തിൽ വന്ന്? ആട് മേയ്ക്കുവാൻ അധികാരപ്പെടുത്തപ്പെട്ട നീ പോർക്കളവുമായി നിനക്ക് ബന്ധമെന്താണ്? ദാവീദ്, നീ പട കാണാനാണോ വന്നത്? ഇതാണ് സ്വന്തം ഉടമ്പുറപ്പ് അവനിട്ട അതിർത്തി. സ്വന്തം അപ്പൻ അവനിട്ട അതിർത്തി ആടുമേയ്ക്കുന്നവൻ. ജ്യേഷ്ഠനിട്ട അതിർത്തി ഇവൻ പട കാണാൻ വന്നവൻ. എന്റെ ദൈവത്തിന് അവന്റെ അതിർത്തികളൊക്കെയും പൊളിച്ചെഴുതി പട കാണാൻ വന്നവനെന്ന് സാക്ഷീകരിക്കപ്പെട്ട അവന് പല പടകൾ വിജയകരമായി നയിക്കുവാനുള്ള ബലവും കഴിവും തന്ന അവന്റെ അതിർത്തി വിശാലമായി പൊളിച്ചെഴുതി. നടന്ന യുദ്ധങ്ങൾ വിക്കിപീഡിയാവിൽ നീ അന്വേഷിക്കണം. തുടരെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 9 മേജർ വാർ, 9 മേജർ വാർ, വലിയ യുദ്ധങ്ങൾ നയിച്ച് ഒന്നിലും ലാസ്റ്റ് ആകാതെ പരാജയപ്പെടാതെ 9 യുദ്ധങ്ങളിലും തുടരെ ജയിച്ച ഏക ചക്രവർത്തി അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ചരിത്രം എടുത്താൽ അത് ദാവീദ് മാത്രമാണ്. ആമേൻ. ദാവീദിന്റെ ദൈവം വലിയവൻ.